മുട്ട പപ്സ് ഇഷ്ടമല്ലാത്തവരായി ആരും ഉണ്ടായില്ല. വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നവരൊഴിച്ച് ബാക്കി ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ മുട്ട പപ്സ്. അതൊരു ലഘു ഭക്ഷണമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അതത്ര ലഘുവല്ല ഇപ്പോൾ ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ 5 വർഷമായി ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും ചെലവാക്കിയത് മുട്ട പപ്സിന് വേണ്ടി മാത്രം 3.5 കോടി രൂപയാണ്. അതായത് ഒരു വർഷം മുട്ട പപ്സ് വാങ്ങാനായി ചിലവാക്കിയത് 72 ലക്ഷം രൂപ. ആ പൈസയുണ്ടെങ്കിൽ എത്ര പപ്സ് കിട്ടുമെന്ന് അറിയുമ്പോഴാണ് നമ്മൾ കണ്ണു തള്ളുന്നത്. 72 ലക്ഷം രൂപ ഒരു വർഷം മുട്ടപ്പപ്സിനായി ചിലവാക്കുമ്പോൾ ഒരു ദിവസം 993 മുട്ടപ്പപ്സുകളാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചായ സൽക്കാരത്തിനായി കഴിച്ചു തീർത്തത്. 18 ലക്ഷം മുട്ടപ്പപ്സ് വാങ്ങി എന്നുള്ളതാണ് ബില്ല്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള ചെലവുകളും മറ്റും നൽകുന്നുണ്ട് അവരുടെ ഈ ചായയ്ക്കും മറ്റുമുള്ള. ഏതായാലും ഖജനാവ് മുടിപ്പിച്ചുകൊണ്ട് ഇത്രയും പപ്സ് എങ്ങനെ കഴിച്ചു എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ ആന്ധ്രയിൽ വരുന്നത്. ഇതിനെ മുട്ട ബില്ല് അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. അതിനാൽ തന്നെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ആന്ധ്രയിൽ വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. YSRും TDPയുടെ പ്രവർത്തകർ ചിലയിടത്തൊക്കെ ഏറ്റുമുട്ടിയ വാർത്തയും പുറത്തു വരുന്നു. ഏതായാലും ഒരു മുട്ടപ്പപ്സ് വരുത്തിയ വിന. നമ്മുടെ നാട്ടിലും പണ്ടൊരു മുട്ടപ്പപ്സ് വലിയ വിവാദമായി മാറിയിരുന്നു. അതൊരു ഹർത്താലായിരുന്നു, മുട്ടപ്പപ്സ് ഹർത്താൽ എന്നറിയപ്പെടുന്നത്. ഇതിപ്പോൾ മുട്ട ബില്ലാണ്. മുട്ട ബിൽ അഴിമതി. 3.5 കോടി രൂപയുടെ മുട്ടപ്പപ്സ് മാത്രം കഴിച്ചത്. ഏതായാലും ജഗൻ ഒരു മുട്ടപ്പപ്സിൻ്റെ ആരാധകനാണോ എന്നറിയില്ല. ഏതായാലും YSR പ്രതികരിച്ചത് ഇങ്ങനെയാണ്: TDP സർക്കാരിൻ്റെ കാലത്ത് 8.5 കോടി രൂപയുടെ ലഘുഭക്ഷണമാണ് കഴിച്ചത്. ഞങ്ങളിപ്പോൾ 3.5 കോടി രൂപയുടെ മാത്രമല്ലേ കഴിച്ചുള്ളൂ എന്നൊരു ചോദ്യം കൂടി വരുന്നത് കൊണ്ട് ഏതായാലും ഒരു കാര്യം പറയാതെ വയ്യ. ഇതിനെ ലഘുഭക്ഷണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ചിലവും ലഘുവായിരിക്കണം. ചിലവ് അതുക്കും മേലെ പോയാൽ ജനം ചിലപ്പോൾ പ്രതികരിച്ചെന്നും വരാം. ന്യൂസ് ഡെസ്ക്.